24/7/2025 സുബ്രതോ കപ്പ് ഫുട്ബോൾ മത്സരം രാവിലെ 6:30 സുബ്രതോ കപ്പ് ഫുട്ബോളിൻ്റെ 4-ാം ദിവസമായ ഇന്ന് അതിമനോഹരമായ ദിനത്തിന് തുടക്കമായി. ആദ്യ മത്സരം അഗത്തി ടീമും മിനിക്കോയ് ടീമും തമ്മിലായിരുന്നു. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ 21-ാം മിനിറ്റിൽ അഗത്തി ടീമിൻ്റെ മുഹമ്മദ് ഹാഷിം മികച്ച ഒരു ഗോൾ നേടി. തുടർന്ന് 39-ാം മിനിറ്റിൽ മുഹമ്മദ് ജവാദും അത്ഭുതകരമായ ഗോൾ നേടി. 2 ഗോൾക്കും മറുപടിയില്ലാതെയാണ് മിനിക്കോയ് ടീം പരാജയപ്പെട്ടത്. ഇന്നത്തെ 2-ാം മത്സരം സ്ത്രീകളുടെ വിഭാഗത്തിൽ. അങ്ങനെ കടമത്ത് ടീം ആന്ത്രോത്ത് ടീമിനെതിരെയാണ് മത്സരിച്ചത്. ഇരു ടീമുകളും തുല്യമായ ശക്തിയോടെയാണ് കളത്തിലിറങ്ങിയത്. കളിയുടെ 4-ാം മിനിറ്റിൽ ഷഹാന ആദ്യ ഗോൾ നേടി. തുടർന്ന് 8-ാം മിനിറ്റിൽ ഫാത്തിമ ഒരു ഗോൾ കൂടി നേടി. അതിനുശേഷം ഫാത്തിമ റഷീദ 32, 43, 47 മിനിറ്റുകളായി 3 ഗോളുകൾ നേടി. അങ്ങനെ ആന്ത്രോത്ത് ടീം 5 ഗോൾ നേടി വിജയതീരത്തിൽ എത്തി. കടമത്ത് ടീം പരാജയപ്പെട്ടു. ഇന്നത്തെ 3-ാമത്തെ മത്സരം കവരത്തിയും കടമത്ത് ടീമും തമ്മിലായിരുന്നു. 2 ടീമുകളും ശക്തമായി ഏറ്റുമുട്ടിയെങ്കിലും മത്സരം 0-0 എന്ന സ്കോറിൽ ഒപ്പമാവുകയായിരുന്നു. സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി കവരത്തി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം ആരാധകർക്ക് ആവേശം പകരുന്നതായിരുന്നു. ആന്ത്രോത്ത് വേഴ്സസ് കിൽത്താൻ ടീമുകൾ തമ്മിലായിരുന്നു ഇന്നത്തെ വൈകിട്ടുള്ള പോരാട്ടം. ആന്ത്രോത്ത് ടീമിൻ്റെ താരമായ മുഹമ്മദ് ഹാഫിൽ കളി തുടങ്ങിയ 1-ാം മിനിറ്റിൽ തന്നെ എതിർവല കുലുക്കിയ ഗോൾ മത്സരം തന്നെ മാറ്റിയുണർത്തി. കിൽത്താൻ ടീം ശക്തമായി തിരിച്ചടിച്ചെങ്കിലും ആ വലയെ മറികടക്കാൻ കഴിയാതെ പോയി. പിന്നീടുള്ള മുഴുവൻ സമയത്തും ഇരു ടീമുകളും അതിശക്തമായി പോരാടുകയും നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കുകയും ഉണ്ടായി. എന്നാൽ കാണികൾ കാത്തിരുന്ന ഗോൾ ഒന്നും പിന്നെ ജനിച്ചില്ല. മത്സരം അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ തെളിഞ്ഞത് ആന്ത്രോത്ത് 1-ഉം കിൽത്താൻ 0-ഉം. ആ ഒരു മിനിറ്റിൻ്റെ ഗോൾ ആന്ത്രോത്തിന് തൃപ്തിയുടെ വിജയം സമ്മാനിച്ചു. മത്സരങ്ങൾക്ക് പിന്നിലെ അജ്ഞാത നായകർ. ഇന്നത്തെ മത്സരങ്ങൾക്ക് മുമ്പേ ആകാശം തുറന്നു. കനത്ത മഴയിൽ ഗ്രൗണ്ടിൽ വെള്ളം കയറി. എന്നാൽ അത് എത്ര വലിയ വെല്ലുവിളിയായിരുന്നാലും ഗ്രൗണ്ട് മാർക്കർമാരായ സ്റ്റാഫുമാർ അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഗ്രൗണ്ടിലെ വെള്ളം ഒപ്പിയെടുത്ത് പുറത്താക്കി. മത്സരങ്ങൾ സ്മൂത്തായി നടക്കാൻ അവർ ചെയ്ത കഠിന പരിശ്രമം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം, നന്ദി. റിപ്പോർട്ട് N. ഫാറൂഖ്.